2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം. എന്നാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആക്ടിവിറ്റിക്ക് മാർക്ക് 21. അത് നടക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം 1 അല്ല 3 ചോദ്യം ചോദിക്കും. ഒരു കഥ പറയും. ആ കഥയിൽ നിന്നാണ് 3 ചോദ്യങ്ങൾ ചോദിക്കുക. 2 കാര്യവും ഒന്നിച്ച് ശ്രദ്ധയോടെ ചെയ്താൽ ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതം, 3 ചോദ്യത്തിന് 30 മാർക്ക്, ആക്ടിവിറ്റിക്ക് 21 മാർക്ക്, അങ്ങനെ മൊത്തം 51 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമുക്ക് ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് ആദ്യം വേണം. നേരത്തെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പുള്ളി മറ്റേ പെൺകുട്ടിക്ക് വിട്ടുകൊടുത്ത് അകത്ത് വന്ന ആളാണ്. ഈ പുള്ളിക്കാരൻ തന്നെ വരട്ടെ. വരൂ, ഓടി വരൂ, ചട്ടിലെ ബ്രിങ്കാനായിട്ട് വരൂ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിന്റെ ഡെമോ ഒരെണ്ണം നന്ദിനി കാണിച്ചു തരും. അതിനുശേഷം നന്ദിനി കാണിച്ച ആ സ്ഥാനത്ത് നമ്മൾ തൊടൂല. നന്ദിനി ഡെമോ കാണിക്കൂ. എനിക്കെന്താ അസുഖം വല്ലതും ഇല്ല, കടിക്കും. അങ്ങനെയല്ല, നമ്മൾ ടൂത്ത് ബ്രഷ് ഇപ്പോൾ ഒരാൾ ഉപയോഗിച്ച് വേറെ ആൾ ഉപയോഗിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അതൊരു ഹൈജീന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ശരി. ആക്ച്വലി നമ്മുടെ വായിൽ ഒത്തിരി ബാക്ടീരിയസ് ഉണ്ട്. യൂസി നമ്മുടെ അല്ല, നിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ കടിച്ചു പിടിക്കാം. അത് നമ്മൾ ഒരു പച്ച ബോള് അങ്ങനെ കുത്തി നമ്മൾ എടുക്കണം. ഇതാ നോക്കൂ, അതാ നോക്കൂ, ഇതാ ജംബോ. ഇത് സിംഗപ്പൂർ ഡോൾഫിന്റെ ഷോ നടക്കണ പോലെ ഉണ്ട് ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് ബോൾ പിടിക്കാനായിട്ട്. ഇതാ വന്നു. അത് കഴിഞ്ഞാൽ അടുത്തത് ഒരു ചുമല ബോള് നമ്മൾ കുത്തിയെടുക്കണം. ഇതാ നോക്കൂ, കുത്തിയെടുക്കൂ. നിനക്ക് നല്ല വിറയുണ്ട് കേട്ടോ. ചെറുപ്പം നമ്മൾ വിചാരിക്കണത് തെറ്റാട്ടോ. കിട്ടിയിട്ടില്ല. ഇതാ നോക്കൂ, കണ്ടിട്ട് കുത്തിയുണ്ടല്ലോ. സാധനം എന്തോന്ന് മനസ്സിലായല്ലോ. ഇതാണ് മത്സരം. ഇനി അത് ഇവിടെ ഇട്ടോളൂ. ആ സാധനം കാട്ടിക്കൊണ്ടുക്കളാം. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ഓരോ കോലും ഇതോടെ വെച്ചിട്ടുണ്ട്. ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു കഥയും പറയും, അത് ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കുഴപ്പമില്ല. ഇത് കടിച്ചു പിടിച്ച ശേഷം നന്ദിനി നിങ്ങളിത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഭീമൻ രഘുചേട്ടൻ ഓർമ്മ വന്നു. നിങ്ങളിത് ആദ്യം കഴിച്ചു എടുക്കണം. എടുത്ത ശേഷം അപ്പുറത്ത് കൊണ്ട് വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾ രഘുചേട്ടനായിട്ട് കടിച്ചു പിടിച്ചോ. രഘുചേട്ടനായിട്ട് ഒരു സാധനം എടുത്തു. ഇതിൽ ഏതാ വേണ്ടത്? ഇത് ഭാഗ്യമുള്ളത്, ഇത് ഭാഗ്യമില്ലാത്തത്. ഭാഗ്യമില്ലാത്തത്. വെരി ഗുഡ്. ഓക്കെ, കടിച്ചു പിടിച്ചോളൂ. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ശങ്കരനും ദേവുവിനും സുന്ദരൻ പട്ടിയെ വലിയ ഇഷ്ടമാണ്. ടിക്കു എന്നാണ് സുന്ദരൻ പട്ടിയുടെ ശാസ്ത്രീയ നാമം. സുന്ദരൻ പട്ടിയുടെ കിണറ്റിലെ അതിഥിയെ ആദ്യമായി കണ്ടത് മറയില്ലാത്ത കിണറ്റിന്റെ വക്കത്തിരുന്ന് അവൻ നിർത്താതെ കുരച്ചു. വന്നു നോക്കിയപ്പോൾ കിണറ്റിൽ നീന്തി തുടിക്കുന്നു ഒരു മുട്ടൻ വരാൽ. തോട്ടിൽ വെള്ളം കയറിയപ്പോൾ കിണറ്റിലെത്തിയവനാണ് ചങ്ങാതി. ഗംഭീരമായിട്ടാണ് നമ്മുടെ അജീഷ് കളിച്ചു പോകുന്നത്. 30 സെക്കൻഡ് മാത്രം ബാക്കി. 30 സെക്കൻഡിൽ എത്ര ഉണ്ടകൾ ആ കമ്പിയിൽ കയറ്റാൻ പറ്റും എന്നാണ് അജീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അജീഷിനോടാണോ കളി? 15 സെക്കൻഡുകൾ മാത്രം ബാക്കി അജീഷ്. പക്ഷേ ഉണ്ടകൾ ഒത്തിരി ബാക്കിയുണ്ട്. എല്ലാ ഉണ്ടകളും ആ കമ്പിയിൽ കയറ്റി കോർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. സമയം തീരാറായി. 6, 5, 4, 3, 2, 1. വൗ, വെരി ഇംപ്രസീവ്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ശങ്കരനും ദേവുവിനും ആരെയാണ് വലിയ ഇഷ്ടം? സുന്ദരൻ പട്ടി. സുന്ദരൻ പട്ടി. സുന്ദരൻ പട്ടിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അറിയില്ല. ഞാൻ കഥയുടെ ഏറ്റവും ആദ്യം പറഞ്ഞ പേരെന്താണ്? ഷോ, ഓ, സമയം കഴിഞ്ഞു. ശങ്കരനും ദേവുവിനും സുന്ദരൻ പട്ടിയെ വലിയ ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശങ്കരനും ദേവുവിനും ആരെയാണ് ഇഷ്ടം? അപ്പൊ പുള്ളി പറഞ്ഞു സുന്ദരൻ പട്ടിയാന്ന്. പക്ഷെ കഥയുടെ ആദ്യം ഞാൻ ആരെയാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ശങ്കരൻ എന്ന് പറഞ്ഞില്ല. എന്നാൽ സുന്ദരൻ പട്ടിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചപ്പോൾ ടിക്കു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആകെപ്പാടെ ഈ ചോദ്യത്തിന് 10 മാർക്ക് മുതൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സേഫാണ്. എന്നാൽ 4 ഉണ്ട കോർത്തിട്ടുമുണ്ട്. ഇനി വരുന്ന അജേഷ് 5 ഉണ്ട കോർത്താൽ 21 മാർക്കോട് കൂടി പുള്ളി ജയിക്കും. ഓക്കെ സുഹൃത്തെ, വരൂ, താങ്കൾ അവിടെ പോയി നിന്നോളൂ. ടാക്ടിക്സ് ഒക്കെ നേരത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അജീഷ്. ഈ ബോക്സിംഗിൽ ഇടികെട്ടതിന് മുമ്പ് ബോക്സേഴ്സ് ഒരു സാധനം വെക്കും, വല്ലു വേണ്ടിരിക്കാൻ. അത് വെക്കുന്ന പോലെ ഉണ്ട് നിങ്ങൾ ഇത് വെച്ചിട്ട്. പിന്നെ നമ്മൾ ഈ ഷോക്ക് അടിക്കുമ്പോഴേ ഈ
പ്രാന്താശുപത്രിയിൽ ഷോക്ക് അടുപ്പിക്കുമ്പോഴേ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്റെ നന്ദിനി. നിങ്ങൾക്ക് പറഞ്ഞാൽ ഓരോ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അടിച്ചിട്ടാണ് വരുന്നതെന്നുള്ളത് അറിയാം. നന്ദിനിയുടെ വീട്ടിലാണ് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് കൊടുക്കുന്നത്. കാരണം ബൾബ്, ഫ്രിഡ്ജ്, ഫാന്, തേപ്പുട്ടി അതിന്റെ കൂട്ടത്തിൽ ഡെയിലി 2 തരം നന്ദിനിക്ക് ഷോക്ക് അടിക്കണം. രാവിലെ കാലിലൊരെണ്ണം, തലയിലൊരെണ്ണം. ഓക്കെ, എടുത്തോളൂ. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. അരുത് എന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. മുറി വൃത്തികേടാക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല. മുറി ഭംഗിയായി വെക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടെന്ന് വരും. ആജ്ഞകളെ ധിക്കരിക്കാനാവും കുട്ടികളിലെ വാസന. പോസിറ്റീവ് സമീപനം കുട്ടികളിൽ അനുസരണാശീലം കൂട്ടും. എന്നെ അങ്ങനെയാണ് അച്ഛനും അമ്മയും വളർത്തിയത്. ഇനി 40 സെക്കൻഡ് കൂടിയുണ്ട്. ഇഷ്ടം പോലെ ടൈമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടകളുണ്ട്. ഈ ഉണ്ടകളെല്ലാം മാക്സിമം നമ്മൾ ആ കമ്പിയെ കോർക്കാനായിട്ട് ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണമെങ്കിലും കോർക്കാൻ മാത്രമേ നമുക്ക് അജീഷിനെ പൊടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 29 സെക്കൻഡുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അജീഷ്, യു കെൻ ഡു ഇറ്റ്. 20 seconds more. 5 ഉണ്ടായിട്ടാൽ 2 ഉണ്ടയും കൂടെ ഇട്ടാൽ നമ്മൾ അജീഷിനെ ഓൾറെഡി മറികടന്നു കഴിഞ്ഞു. ഇനി 10 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. 8, 7, 6, 5, 4, 3, 2, 1, 0. രണ്ടുപേരും ടൈയിലാണല്ലോ. ഇനി എല്ലാം തീരുമാനിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരവായിരിക്കും. കാരണം ഉണ്ടയുടെ കാര്യത്തിൽ ഇവര് ടൈ ആയി. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് നെഗറ്റീവ് വാക്ക്? അനുസരണ. എന്ത് വൃത്തികേടാക്കരുത് എന്നാണ് കഥയിൽ പറഞ്ഞത്? വീട്. അടുത്തത് പറഞ്ഞാൽ ടൈ, ഇല്ലെങ്കിൽ തോൽക്കും. ആരെയാണ് അച്ഛനും അമ്മയും അങ്ങനെ വളർത്തിയത്? കുട്ടികളെ. എന്റെ ഫസ്റ്റ് വരിയായിരുന്നു അരുത് എന്നതൊരു നെഗറ്റീവ് വാക്കാണ് എന്നുള്ളത്. അതാണ് അനുസരണ എന്ന് പുള്ളി പറഞ്ഞത്. അരുത് എന്നുള്ളതായിരുന്നു നെഗറ്റീവ് വാക്ക്. എന്ത് വൃത്തികേടാക്കരുത് എന്നാണ് ഞാൻ കഥയിൽ പറഞ്ഞത്? മുറി വൃത്തികേടാക്കരുത് എന്നാണ് കഥയിൽ പറഞ്ഞത്. ആരെയാണ് അച്ഛനും അമ്മയും അങ്ങനെ വളർത്തിയത്? എന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ വൃത്തികേടാക്കാതെ അനുസരണ പഠിപ്പിച്ച് ഏറ്റവും ഇതായിട്ട് ത്യാഗോജ്വലമായിട്ട് അവർ വളർത്തിയത്. ഇങ്ങനെ ആയിപ്പോയി എന്റെ രമേശ് ചേട്ടാ. വായ് കൂട്ടുകെട്ട്. അപ്പോൾ എൻ്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല, എന്നാൽ മറ്റൊരാൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഈ കളി ടൈയായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ ഒരു ഉത്തരം പറഞ്ഞു. ഈ കളി ടൈയായിരിക്കും. ഇത് 2 പേരും 4 എണ്ണം ഇതല്ലേ കോർത്തത്? ഇത് ആരോടാ ഞാൻ പറയുന്നത്? 2 എണ്ണം ഇത് 4 വീതം കോർത്ത സാഹചര്യത്തിൽ ഒരു ഉത്തരം ശരി പറഞ്ഞുകൊണ്ട് വിജയശ്രീ ലാളിതനായി ഒന്നും അറിയാത്ത പോലെ വിനയപുരസ്സരോടെ നിൽക്കുകയാണ് അജീഷ്. വരൂ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം പങ്കെടുക്കാനെത്തിയ 2 പേര് ഇവർ 2 പേരുമാണ്. പേരിൽ ചെറിയ മാറ്റമുള്ള ഒരാൾക്ക് കൂടുതലാണ്. നിങ്ങൾ അജീഷ്, ഇത് അജേഷ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെറിയ വ്യത്യാസത്തിലാണ് 2 പേരും ഈ കളിയിലും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്ന പെൺപടകളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവസാന നിമിഷം വരെ ശക്തിയായി പോരാടി എന്ന് തോന്നുന്നു. ഈ അവസരത്തിൽ ഇവിടം വരെ വരാൻ പറ്റിയത് ഭാഗ്യമൊന്നും ഇനി പറയരുത്, വേറെ എന്തെങ്കിലും പറഞ്ഞു. ഇവിടെ വന്നതിൽ സന്തോഷം എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയാണ്. സന്തോഷം ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു സങ്കടമുണ്ട്. ആ സന്തോഷം പറയാൻ പറ്റാത്തതിന്റെ സങ്കടം നിൽക്കുന്നുണ്ട്. അതെ, വേറെ പിന്നെ ഇത്രയൊക്കെ എത്തുമെന്ന് വിചാരിച്ചില്ല. അമൃത ടിവിക്കും ഇതിന്റെ സംഘാടകർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ഇനി മുമ്പോട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഷോയൊക്കെ ഒത്തിരി ആശുപത്രിയിൽ വന്നാൽ ഒരു ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് തരുമോ? തീർച്ചയായിട്ടും. എന്ത് ഇഞ്ചക്ഷൻ തരും? മനുഷ്യന് എടുക്കുന്ന ഏതും തരും. മനുഷ്യന് കൊടുക്കണ ഏതും തരും. എന്ത് TT ആണോ തരുന്നത്, അതോ വേറെ എന്തെങ്കിലും നല്ല ആരോഗ്യം കിട്ടാനുള്ള ഇഞ്ചക്ഷൻ? എല്ലാരും ഒന്ന് കൈയടിക്കുക. TT ആണോ? ഇപ്പൊ വീട്ടിൽ തീറ്റ കിട്ടാറില്ലല്ലോ എന്നൊരു തമാശ. എല്ലാരും ഈ വേണ്ട സമ്മാനം എടുത്ത് കൊടുക്കും. ആ തീറ്റി കോമഡി വളരെ ഉന്നത നിലവാരം പുലർത്തിയില്ല.